നിർത്തുക. അകമ്പടിക്കാരും മറ്റുള്ളവരും മുന്നോട്ട് പൊയ്ക്കോട്ടെ. ഈ പ്രദേശത്തെ ശാന്ത സൗന്ദര്യം ആസ്വദിച്ച് ഈ രാത്രി ഇവിടെ ചെലവഴിക്കാൻ നാം ആഗ്രഹിക്കുന്നു. കാര്യക്കാരെ, അടിയൻ, നമുക്ക് തങ്ങാൻ ഇവിടെ ഇടമുണ്ടോന്ന് അന്വേഷിക്കൂ. ഉത്തരവ് തമ്പുരാനെ. അകമ്പടിക്കാരൻ നീങ്ങിക്കോളൂ. നാം അല്പനേരം ഇവിടെ നിന്നോട്ടെ. അകമ്പടിക്കാരുമില്ലാതെ ഒറ്റയ്ക്കോ? തമ്പുരാനെ, അത് അപകടമല്ലേ? എന്തപകടം? കാര്യക്കാർ പോയി വരൂ. നമുക്ക് ശ്രീപത്മനാഭന്റെ കാവലുണ്ട്. അവിടുത്തെ കരവാൾ ചുമട്ടുകാരുടെ പെട്ടിയിലാണ്, അതെടുക്കാം. കാര്യക്കാർ എന്തിനിത്ര ഉത്കണ്ഠപ്പെടുന്നു? ഇവിടെ ആര് വരാൻ? ഇവിടെ ഒന്നും സംഭവിക്കില്ല. കാര്യക്കാർ പോയി വരൂ. തമ്പുരാനെ, ഇത് ഉത്തരവാണ്. പോയി വരൂ. എന്താണ് ഉദ്ദേശം? തമ്പുരാനെ ആക്രമിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. പ്രണാമം തമ്പുരാനെ. അഭ്യാസികളായ നിങ്ങൾ നമ്മുടെ ജീവൻ രക്ഷിച്ചു. നിങ്ങൾ എവിടെ നിന്ന് വന്നു? എങ്ങനെ ഇവിടെ എത്തി? ഞങ്ങൾ അനന്തപുരത്ത് നിന്ന് വരുന്ന തമ്പുരാനെ. ഗുരു നിയോഗിച്ചതാണ് ഞങ്ങളെ. കൃത്യസമയത്തെത്തി കൃത്യതയോടെ ആയുധം പ്രയോഗിച്ചു. നിങ്ങൾക്ക് നാം ഒരു സമ്മാനം തരുന്നു. അരുത് തമ്പുരാനെ, വേണ്ട. തമ്പുരാൻ പൊറുക്കണം. സമ്മാനം സ്വീകരിക്കാൻ ഗുരുവിന്റെ അനുവാദം വേണം. അങ്ങനെ ആവട്ടെ. നിങ്ങളുടെ ആ ഗുരുവിനെ നമുക്കൊന്ന് കാണണം. അനന്തപുരിയിലെത്തിയാൽ ദർശിക്കാൻ തമ്പുരാനെ. തമ്പുരാനെ, കാര്യക്കാരുടെ ശങ്ക ശരിയായിരുന്നു. നമുക്ക് പിന്നിൽ ശത്രുക്കളുണ്ടായിരുന്നു. എന്തായാലും ഇവർ കൃത്യസമയത്തെത്തി നമ്മുടെ ജീവൻ രക്ഷിച്ചു. ഇനി ഇവിടെ നിൽക്കണ്ട തമ്പുരാനെ, പുറപ്പെടാം. വേണ്ട, ഇന്ന് നാം ഇവിടെ തങ്ങുന്നു. അതിന് വേണ്ടത് ചെയ്യൂ. കൽപ്പന പോലെ തമ്പുരാനെ. നിങ്ങൾ സമാധാനമായി പോയി വിശ്രമിക്കൂ. നിർത്തുക.
കാര്യക്കാരെ, അടിയൻ. നമ്മെ രക്ഷിച്ച ആ ധീരന്മാരെവിടെ? അവരോട് നമ്മെ മുഖം കാണിക്കാൻ പറയൂ. ഉത്തരവ് തമ്പുരാനെ. തമ്പുരാൻ അകമ്പടി സേവിച്ചു വന്ന ആ രണ്ട് ചെറുപ്പക്കാരെവിടെ? ഇത്തിരി മുമ്പേ അവരിവിടെ ഉണ്ടായിരുന്നു കാര്യക്കാരയമാനെ. എന്നിട്ട് ഇപ്പോഴെങ്ങാനും പോയിട്ടുണ്ടോ? പറയാതെ പോകുമോ? ഒന്നും പറഞ്ഞില്ല യമാനെ, അവര് പോയി. അവരെവിടെ പോയി? തമ്പുരാനെ, അവരെവിടെ കാര്യക്കാരെ? തമ്പുരാൻ പൊറുക്കണം. അവരൊന്നും പറയാതെ മടങ്ങിപ്പോയി. പോയെന്നോ? തമ്പുരാനെ, കാവൽക്കാരോട് പോലും ഒന്നും പറയാതെ അവർ പോയി. എങ്കിൽ അവർ വെറും പടയാളികളായിരിക്കില്ല. എല്ലാം ശ്രീപത്മനാഭന്റെ ലീലാവിലാസം. കാര്യക്കാരെ, അടിയൻ. ഉടൻ തന്നെ നമുക്ക് ശ്രീപത്മനാഭ സ്വാമിയെ ദർശിക്കണം. വേണ്ട ഒരുക്കങ്ങൾ നടത്തൂ. കൽപ്പന പോലെ തമ്പുരാനെ. ശ്രീപത്മനാഭ. ഭഗവൻ, ഭക്തരക്ഷയ്ക്കുള്ള അവിടുത്തെ ഉപാധികൾ എത്രയോ വിശിഷ്ടമാണ്. അതേ ദേവി, ഭക്തന്മാരുടെ രക്ഷയ്ക്ക് നാം എന്നും പ്രതിജ്ഞാബദ്ധനാണ്. ഇവിടെ നമ്മുടെ ആലയത്തിൽ ശുഭകാര്യ നിർവഹണത്തിന് പുറപ്പെട്ട ഒരു ഭക്തന് നേർക്കാണ് ശത്രുതാപരമായ സമീപനമുണ്ടായത്. അവിടെ നമ്മുടെ സാന്നിധ്യമോ സഹായമോ ഉണ്ടായേ തീരൂ. എല്ലാ ഭക്തന്മാരുടെയും പരീക്ഷണഘട്ടങ്ങളിൽ അങ്ങ് ഇതുപോലെ സഹായഹസ്തം അയക്കാറുണ്ടോ ഭഗവാനെ? തീർച്ചയായും നമ്മുടെ ഭക്തന്മാരുടെ രക്ഷയ്ക്ക് നാം സ്വീകരിക്കുന്ന മാർഗങ്ങൾ ദേവിക്ക് പോലും നിർണയിക്കാൻ സാധിച്ചെന്ന് വരില്ല. അത്രയ്ക്ക് വൈവിധ്യപൂർണമാണത്. ഇപ്പോൾ ഇവിടെ ഭഗവാൻ പോരാളികളായ യുവാക്കളുടെ രൂപത്തിൽ അവിടുത്തെ ഭക്തരക്ഷയ്ക്ക് സന്നദ്ധനായി. അതെ, അത് ദിനം പ്രതി നാം അനുഷ്ഠിക്കുന്ന എണ്ണിയാൽ തീരാത്ത നമ്മുടെ ഭക്തന്മാരെ സംരക്ഷിക്കുന്ന സംരംഭങ്ങളിൽ ഒന്നു മാത്രമാണ്. യുഗയുഗാന്തരങ്ങളായി, മന്വന്തരങ്ങളായി ഭക്തജനങ്ങൾ പാടിപ്പുകഴ്ത്തുന്നതാണല്ലോ അവിടുത്തെ ഈ ഭക്തവാത്സല്യം. ആശ്രയിക്കുന്നവർക്ക് അഭയം നൽകുന്നത് ദൈവീകമായ കർമ്മമാണ്. എന്നാൽ ഇത് ദേവന്മാർക്കും ദേവാംശ സംഭൂതന്മാർക്കും മാത്രമല്ല ബാധകമാകുന്നത്. എല്ലാ ജീവജാലങ്ങൾക്കും ഇത് അർഹമാകണം. അതുകൊണ്ട് ഭഗവാൻ എന്താണ് അർത്ഥമാക്കുന്നത്? വരസിദ്ധികളുള്ള ദേവന്മാർക്കല്ലേ അഭയവരദാനങ്ങൾക്ക് ശേഷിയുണ്ടാവുക? അങ്ങനെയല്ല ദേവി. ജീവജാലങ്ങൾ അഭയം തേടി എപ്പോഴും ഭഗവത് സന്നിധിയിൽ അണയണമെന്നില്ല. സമസൃഷ്ടികളായ മറ്റു ജീവജാലങ്ങളുടെ അടുത്ത് തന്നെ അവ ആശ്രയം തേടിയെത്താം. അങ്ങനെ എത്തുന്നവർക്ക് അഭയവും ആശ്രയവും നൽകുമ്പോഴാണ് ആ ജീവിയുടെ ജന്മം സഫലമാകുന്നത്. മനസ്സിലാകുന്നു ഭഗവാൻ. ഓരോ ജീവിയിലും ദൈവീകമായ ഒരു അംശം ഉൾക്കൊള്ളുന്നുവെന്നല്ലേ അവിടുന്ന് വ്യക്തമാക്കുന്നത്? ദേവി ശരിയായി തന്നെ ഗ്രഹിച്ചിരിക്കുന്നു. ഓരോ ജീവിയിലും നമ്മുടെ ദൈവികാംശവും തിന്മയുടെ അസുരഭാവവും കുടികൊള്ളുന്നു. ഇതിൽ ഏതംശമാണോ പ്രകടമാകുന്നത് അതനുസരിച്ചാണ് അവനിലെ നന്മ തിന്മകൾ വിലയിരുത്തപ്പെടുന്നത്. എന്താ ദേവസ്ഥാനത്ത് രാജഭടന്മാർക്ക് എന്ത് കാര്യം? ഇത് രാജകാര്യമാണ്. ക്ഷേത്രഭടന്മാർക്ക് ഇതിൽ കാര്യമില്ല. ആദിത്യവർമ്മ യുവരാജാവ് തിരുമനസ് ദർശനത്തിന് വരുന്നു. തമ്പുരാന്റെ അകമ്പടി ജനമാണ് ഞങ്ങൾ. ഊരാളസഭയുടെ കൽപ്പനയുണ്ട്. രാജഭടന്മാർ ഇവിടം വിട്ടു പോകണം.
ക്ഷേത്ര രക്ഷയ്ക്കും ക്ഷേത്ര ദർശനത്തിന് എത്തുന്നവരുടെ രക്ഷയ്ക്കും സഭ നിയോഗിച്ചിട്ടുള്ള രക്ഷാഭടന്മാരായ മനുഷ്യത്തെക്കുറിച്ച് വേണാട് സൈന്യത്തിന് അറിവുള്ളതല്ലേ? ഞങ്ങൾ ക്ഷേത്രം കാവലിന് വന്നതല്ല. യുവരാജാവിന്റെ സുരക്ഷ രാജ്യരക്ഷയാണ്. അത് വേണാട്ട് സൈന്യത്തിന്റെ ചുമതലയാണ്. അത് നിർവഹിക്കാനാണ് ഉത്തരവ്. സാധ്യമല്ല. ക്ഷേത്ര പരിസരത്ത് നിന്നും രാജഭടന്മാർ പിരിഞ്ഞു പോകണം. അതിന് മേലാവിലെ കൽപ്പന വേണം. തിരുനട വിട്ട് പോകാൻ പറഞ്ഞ പോകണം. അല്ലെങ്കിൽ വെട്ടിനടാ. എന്താ ഇവിടെ? എന്ത് അക്രമമാണ്? ആരാ നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? ഞങ്ങൾ അകമ്പടി ജനമാണ് സമഞ്ജിതർ തിരുവടികളെ. യുവരാജാവായ പൊന്നുതമ്പുരാൻ ക്ഷേത്ര ദർശനത്തിന് എഴുന്നള്ളുന്നു. രാജഭടന്മാരാണത്രേ. ക്ഷേത്ര സേവകരുടെ ചോരയിൽ ചവിട്ടി വേണോ ഇളയരാജാവിന് ശ്രീ പത്മനാഭസ്വാമിയെ വണങ്ങാൻ? എന്ത് അതിക്രമമാണ്! സമഞ്ജിതർ പോറ്റി കാണുന്നില്ലേ? ക്ഷേത്രകാര്യങ്ങൾ ഭംഗിയാവുന്നതിൽ വേണാട്ട് തിരുവടികൾക്ക് എന്താ ഇത്ര കരുഷം? കരുവാപ്പോറ്റി എന്തിനാ ഇതിൽ നാടുവാടുന്ന തമ്പുരാനെ വലിച്ചിഴക്കുന്നത്? പൊന്നു തമ്പുരാൻ അറിഞ്ഞിട്ടല്ലല്ലോ അകമ്പടി ജനം മനുഷ്യത്തെ ആക്രമിച്ചത്, ആണോ? അകമ്പടി ജനം വേണാട്ടർജന്റെ ഉത്തരവ് പാലിക്കുന്ന സേനയാണ് രാജസേന. അവരുടെ ചെയ്തികൾക്ക് പിഴ മൂളേണ്ടത് അരതനാണ്, വേണാട്ട് രാജാവ്. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പോറ്റി തിരുവടികൾ അന്വേഷിച്ചില്ല. അതിനു മുമ്പേ തന്നെ വിധി പറയുകയാണ്. പോറ്റിമാരുടെ വിധികളിൽ കാവൽക്കുറിപ്പ് വാദം പറയേണ്ടതില്ല. സമഞ്ജിതർ പോറ്റി അദ്ദേഹം സഭ കൂടണം. മനുഷ്യത്തിന് നേരെ അകമ്പടി ജനം നടത്തിയ കയ്യേറ്റത്തിന് ഉചിതമായ ശിക്ഷ വിധിക്കണം. അങ്ങനെ ചെയ്യാം. യുവരാജാവ് തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളുന്നു. തൃപ്പാപ്പൂർ മൂപ്പനെ എതിരേൽക്കാൻ സമഞ്ജിതരും കരുവാപ്പോറ്റി എഴുന്നള്ളി നിൽക്കുന്നുവോ? ശ്രീപത്മനാഭ, എന്തായി കാണണേ? എല്ലാരും ഉണ്ടല്ലോ. അതെന്താ കാര്യക്കാരെ, മനുഷ്യൻ പടയാളികൾ ചോര പുരണ്ടു നിൽക്കുന്നു? അതേ തമ്പുരാനെ, അവർക്ക് മുറിവ് പറ്റിയിരിക്കുന്നു. തൃപ്പാപ്പൂർ മൂത്ത തിരുവടി യുവരാജാവായ തമ്പുരാനെ തിരുമേനി കാവൽക്കുറിപ്പ് വന്ദിക്കുന്നു. വേണാടിന്റെ യുവരാജാവിനെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ശ്രീകാര്യക്കാർ പൊൻകണ്ണങ്കള്ളിയിലെ തനിരുദ്ധൻ പോറ്റി സമഞ്ജിതർ വന്ദിക്കുന്നു. സമഞ്ജിതർ പോറ്റി കഷായ സേവ നടത്തുന്നുണ്ടോ? അടിയൻ. എന്താ മുഖത്തൊരു ഭാവമാറ്റം? വിട കൊണ്ട് അങ്ങനൊന്നുമില്ല. യുവരാജാവിന് കരുവാപ്പോറ്റിയുടെ വന്ദനം. പലതിന്റെയും തുടക്കമാണ് സമഞ്ജിതർ, ഓർത്തോളുക. ശ്രീപത്മനാഭ,
ഭഗവാനെ, ശ്രീപത്മനാഭ, ഭഗവാനെ, ശ്രീപത്മനാഭ, ഭഗവാനെ, ഭക്തന്റെ രക്ഷയ്ക്ക് എപ്പോഴും ഭഗവാൻ ഉണ്ടാകും. അത് പക്ഷേ നാം തിരിച്ചറിഞ്ഞു എന്ന് വരില്ല.